ഞാൻ ഈ മുസാഫർ നഗർ പറയാം. 2013 മുസാഫർ നഗറിൽ അവസാനം 2013 അവസാനമാണ് അവിടുത്തെ റൈറ്റ് ഉണ്ടാകുന്നത്. റൈറ്റിന്റെ കാര്യം എന്താണെന്നറിയോ? ജാട്ട് സമുദായത്തിലുള്ള ഒരു പെൺകുട്ടിയെ മുസ്ലിം സമുദായത്തിലുള്ള ഒരു ആൺകുട്ടി കളിയാക്കി. ആ ഒരു വിഷയത്തെ എടുത്തു വെച്ചുകൊണ്ട് അവിടെ ഒരു വലിയ കലാപം പൊട്ടിപ്പുറപ്പെടുകയാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രം എടുത്തു നോക്കിയാൽ ഏറ്റവും വലിയ വർഗീയ കലാപങ്ങൾ ഒന്നായിട്ടാണ് മുസാഫർ നഗർ കലാപം വിലയിരുത്തപ്പെടുന്നത്. അന്ന് അവിടെ 10-70 പേര് കൊല്ലപ്പെട്ടു. BJP നേതാക്കളാണ് കേട്ടോ അറസ്റ്റിലായതും ജയിലിലായതും. ആ കലാപം 2013 നടന്നപ്പോൾ 2014 തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് എന്താണ്? 80 സീറ്റാണ് പിന്നെ ഉത്തർപ്രദേശിലുള്ളത്. 71 സീറ്റാണ് BJPക്ക് കിട്ടിയത്. 71 സീറ്റ് കിട്ടിയത് ഈ ഒറ്റ കലാപത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കാരണം ഞാൻ പറയാം, 2009 കേവലം 10 സീറ്റാണ് BJPക്ക് ഉള്ളത്. 5 വർഷം കൊണ്ട് അവിടെ വലിയ സംഭവമൊന്നും ഉണ്ടായിട്ടില്ല. 2013 ഈ ഒറ്റ റൈറ്റ് കൊണ്ട് 71 സീറ്റ്. ആ 71 സീറ്റാണ് BJPയുടെ ഭാവി തീരുമാനിച്ചത്. അത് കൃത്യമായ ആസൂത്രണമായിരുന്നു. അവിടുത്തെ ചാർജ് ആൾക്കാരെന്നറിയാവോ? ഗുജറാത്തിലെ നേതാവാണല്ലോ അമിത്ഷാ. ഗുജറാത്തിലായിരുന്നില്ല അദ്ദേഹത്തിന് ചാർജ്. തെക്കേ ഇന്ത്യയിൽ എവിടെയും ആയിരുന്നില്ല, കിഴക്കേ ഇന്ത്യയിൽ എവിടെയും ആയിരുന്നു. ഒറ്റ സംസ്ഥാനത്തിന്റെ ചാർജ് ഉണ്ടായിരുന്നു അമിത്ഷായ്ക്ക്. അത് ഉത്തർപ്രദേശിന്റെ ചാർജ് ആയിരുന്നു. ആ വിജയം നേടിക്കൊടുത്തതിന് ശേഷം അമിത്ഷായ്ക്ക് ആദ്യം നരേന്ദ്രമോദി കൊടുക്കുന്ന സമ്മാനമാണ് BJP അധ്യക്ഷ സ്ഥാനം. നോക്കൂ, ഒരു പ്രധാനമന്ത്രിയും ഒരു അധ്യക്ഷനും പാർട്ടിയുടെ അധ്യക്ഷനും ഒരേ സംസ്ഥാനത്ത് നിന്ന് BJPക്ക് ഉണ്ടാകുന്ന അപൂർവമായ സാഹചര്യം ഉണ്ടായത് ഇതിനെ റിവാർഡ് ചെയ്യുകയാണ് ചെയ്തത്. 2019